നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഇതിലത്തെ ഡീജൽ ലൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഇതുപോണക്ക് ഒരു PVC പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കുപ്പി അടപ്പിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒട്ടിച്ചെടുത്ത് കുപ്പിയുടെ നടുവിലായിട്ട് ഇതുപോലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഹോളിനകത്തോട്ട് നേരെ ഇരിക്കുന്ന കമ്പി ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തൊരു തടി കഷ്ണം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പുറ സൈഡിൽ അധികം നിൽക്കുന്ന കമ്പി ശകലം വെള്ളിട്ടിട്ട് നമുക്ക് ബാക്കി മുറിച്ച് കളയാം. ഇനി ഇതുപോലെ അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈപ്പിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അധികം നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇത് ഒരു ഫ്ലൈവുഡിൻ്റെ പീസ് എടുത്ത് നമുക്ക് ഒരു സൈഡിൽ ഹോളിൽ ഒരു തടി കഷ്ണം നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന PVC പൈപ്പ് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തടി വെച്ചിരിക്കുന്ന സൈഡിൽ നമുക്ക് ഗിയർ മോട്ടറോടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് PVC പൈപ്പിൻ്റെ അലൈൻമെൻറ്റ് ശരിയാൻ വേണ്ടി നമുക്ക് ചെറിയ തടി കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഗിയർ മോട്ടർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് സി ടൈപ്പ് തടി കഷ്ണോടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് 12 വോൾട്ടിൻ്റെ 4 LED ബൾബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ LED ബൾബ് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ച തടി കഷ്ണത്തിലോട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ LED ബൾബിൻ്റെ എല്ലാം നെഗറ്റീവ് ലൈൻ നമുക്ക് ഒറ്റ സിംഗിൾ കണക്ഷനായിട്ട് എടുക്കാം. എന്നിട്ട് ഈ LED ബൾബിൻ്റെ എല്ലാം പോസിറ്റീവിൽ നമുക്ക് ഓരോരോ വയർ ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി ഈ വയർ നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസുലേഷനും ഇട്ട് കൊടുക്കാം. ഇനി ഇത് 4 കമ്പി കഷ്ണം ക്രാഫ്റ്റിക്കൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് PVC പൈപ്പിൽ ഒട്ടിയിരിക്കുന്ന രീതിയിൽ ചരിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ശകലം തടിയുടെ പൊടിയോ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ശകലം കോപ്പർ വയർ എടുത്തിട്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി LEDയിൽ നിന്ന് വരുന്ന പോസിറ്റീവിൽ നമുക്ക് ഓരോരോ കമ്പിയിലായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത കോപ്പർ വയറിൽ ഒരു വയർ സോൾഡ് ചെയ്യാം. എന്നിട്ട് LEDയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും നമ്മളിപ്പോൾ എടുത്ത വയറൂടെ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റിലൂടെ കണക്ട് ചെയ്യാം. ഇനി ഈ ഫീമെയിൽ സോക്കറ്റ് ഡ്യുവൽ സൈഡ് ടേപ്പിൻ്റെ സഹായത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് മോട്ടറിലിട്ട് കൊണ്ട് 2 വയറൂടെ നമുക്ക് സോൾഡറിങ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്വിച്ച് അറ്റാച്ച് ചെയ്ത ഒരു ബാറ്ററി ഹോൾഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ലെഗയിലോട്ട് നമുക്ക് മോട്ടറിൻ്റെ പോസിറ്റീവ് വയറും ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് നമുക്ക് മോട്ടറിൻ്റെ നെഗറ്റീവ് വയറും സോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ബാറ്ററി കേസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇത് ഓൺ ചെയ്യാൻ നേരത്ത് കറങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് കറങ്ങുന്ന ലൈനിൽ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കാം. ഈ ഇൻസുലേഷൻ ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചേക്കുന്നത് ഇതിൻ്റെ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകാനാണ്. ഇനി നമുക്ക് ജസ്റ്റ് സപ്ലൈ ലൈൻ കൊടുക്കാം. ഇനി നമ്മുടെ മോട്ടർ ഓണാക്കാം. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മെക്കാനിക്കൽ DJ ലൈറ്റ്